Hi friends, നമ്മൾ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ പാർട്ട് 7 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഓവർസിയർ ലെവലിൽ നടന്നൊരു എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ, ആൻ അക്വിഫർ ഈസ് എ ജിയോളജിക്കൽ ഫോർമേഷൻ വിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ സോയിലിലെ അൺസാച്ചുറേറ്റഡ് സോണിൻ്റെ താഴത്തായിട്ട് സെഡിമെൻസിലും അതുപോലെ റോക്ക് ഫ്രാക്ചേഴ്സിലും സ്പൈസസിലൊക്കെ വാട്ടർ കാണാറുണ്ട്. അപ്പോൾ ആ വാട്ടറാണ് നമ്മൾ വിൽസിൽ അല്ലെങ്കിൽ സ്പ്രിങ്സിലേക്കൊക്കെ ഫ്ലോ ചെയ്ത് പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സോ അപ്പോൾ ബേസിക്കലി ഈ ജിയോളജിക്കൽ ഫോർമേഷൻസിനെയൊക്കെ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: അക്വിഫർ, അക്വിറ്റാഡ്, അക്വിക്ലൂഡ് ആൻഡ് അക്വിഫ്യൂജ്. ഇതിൽ അക്വിഫർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് വാട്ടർ റിസർവോയർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കാരണം അത് സാച്ചുറേറ്റഡ് ഫോർമേഷൻസ് ആണ്, അതായത് അതിന് വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് പെർമിയബിൾ ആയതുകൊണ്ട് അത് വാട്ടർ ഈൽഡ് ചെയ്യുകയും ചെയ്യും. അതായത് വാട്ടർ സ്റ്റോർ ചെയ്യുകയും ചെയ്യും, വാട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അതിന് മെയിൻലി 2 ഫംഗ്ഷനാണ്. അതായത് നമ്മുടെ റീചാർജ് ഏരിയാസിൽ നിന്ന് ഡിസ്ചാർജ് ഏരിയയിലേക്ക് ആ വാട്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഒരു സ്റ്റോറേജ് മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് അക്വിഫറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാൻഡിൻ്റെയും ഗ്രാവലിൻ്റെയൊക്കെ അൺകൺസോളിഡേറ്റഡ് ഡെപ്പോസിറ്റ്, അതുപോലെ സാൻഡ് സ്റ്റോൺ, ലൈം സ്റ്റോൺ ഒക്കെ അക്വിഫറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടൈപ്പാണ് അക്വിറ്റാഡ് എന്ന് പറഞ്ഞാൽ. അക്വിറ്റാഡ് എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ട്ലി പെർമിയബിൾ ആയിട്ടുള്ളൊരു ജിയോളജിക്കൽ ഫോർമേഷനാണ്. അതിൽ സീപ്പേജ് പോസിബിളാണ്. അതായത് അതിലൊരു നമ്മുടെ അക്വിഫറിനേക്കാളും ഒരു സ്ലോ റേറ്റിൽ വാട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അതിലേക്ക് കയറും, പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഈൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈൽഡ് എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വെല്ല് യൂസ് ചെയ്തിട്ടൊന്നും പമ്പ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാൻഡി ക്ലേ, അതായത് ക്ലേ ഫോർമേഷനുള്ള സാൻഡ് ലെൻസൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ടുള്ളത്. അക്വിക്ലൂഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഇംപെർമിയബിൾ ലെയറാണ്. അത് വാട്ടർ സ്ലോലി അബ്സോർബ് ചെയ്യും, പക്ഷേ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതായത് അതിൻ്റെ അകത്ത് വെള്ളം കാണും, പക്ഷെ അത് ഈൽഡ് ചെയ്യത്തേയില്ല. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഷെയിൽ, ക്ലേ അതുപോലുള്ള അർജിലേഷ്യസ് റോക്കാണ് അക്വിക്ലൂഡിന് എക്സാമ്പിൾ. അക്വിക്ലൂഡ് എന്ന് പറഞ്ഞാൽ പോറസ് ആണ്, പക്ഷെ പെർമിയബിൾ അല്ല. അതിലേക്ക് വെള്ളം കയറും, പക്ഷേ നമുക്ക് തിരിച്ചത് തരില്ല. അതിൻ്റെ ഉള്ളിലേക്ക് അതിൽ വെള്ളം ഉണ്ടെങ്കിലും അത് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. പക്ഷേ അക്വിറ്റാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലേക്ക് ഒരു സ്ലോ റേറ്റിലായിരിക്കും വെള്ളം കയറുന്നതും ഇറങ്ങുന്നതും. എന്നുവെച്ചാൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുമെങ്കിലും നമ്മൾ അക്വിഫറിലെ പോലൊരു ഈൽഡ് കിട്ടില്ല. നെക്സ്റ്റ് അക്വിഫ്യൂജ്. അക്വിഫ്യൂജ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു തരത്തിലുള്ള ഇൻ്റർകണക്റ്റഡ് പോർസും ഇല്ലാത്തൊരു ജിയോളജിക്കൽ ഫോർമേഷനാണ്. അത് പോറസും അല്ല, പെർമിയബിളും അല്ല. അതുകൊണ്ട് അതിന് വാട്ടർ സ്റ്റോർ ചെയ്യാനും പറ്റില്ല, ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റില്ല. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബസാൾട്ട്, ഗ്രാനൈറ്റ് പോലുള്ള മാസീവ് റോക്കുകളൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അക്വിഫർ എന്താണെന്നാണ്. അക്വിഫർ എന്ന് പറഞ്ഞാൽ വാട്ടർ സ്റ്റോർ ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സാച്ചുറേറ്റഡ് ഫോർമേഷനാണ്. സോ ആൻസർ ഈസ് കണ്ടെയ്ൻ വാട്ടർ ആൻഡ് ഓൾസോ ട്രാൻസ്മിറ്റ്. ക്വസ്റ്റ്യൻ നോക്കാം. റെയിൻഫോൾ മാസ് കർവ് ഷോസ് ദ വേരിയേഷൻസ് ഓഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രോളജിക്കൽ സ്റ്റഡീസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അനാലിസിസിനൊക്കെയാണ് നമ്മൾ റെയിൻഫോൾ ഡേറ്റ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെയിൻഫോൾ ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 2 യൂസ്ഫുൾ മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ മാസ് കർവ് ഓഫ് റെയിൻഫോൾ. ഈ മാസ് കർവ് മാസ് എന്നുള്ള ടൈം കേൾക്കുമ്പോൾ ഓർത്താണ് അത് ക്യുമുലേറ്റീവ് റെയിൻഫോളിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് റെയിൻഫോൾ ഡെപ്തും ടൈമും കൂടെയുള്ളൊരു പ്ലോട്ടാണ്. ഇതിൻ്റെ ഈ കർവിൻ്റെ സ്റ്റീപ്നെസ് അല്ലെങ്കിൽ സ്ലോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ആണ്. ഓക്കെ, ഡെപ്ത് ബൈ ഡ്യൂറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ കിട്ടും. പിന്നെ ഈ കർവിൽ എവിടെയെങ്കിലും ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പീരീഡിൽ റെയിൻഫോൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. ഓക്കെ, ഇപ്പം പിന്നെ നമ്മുടെ റെക്കോർഡിംഗ് റെയിൻ ഗേജസ് ആയ ഫ്ലോ ടൈപ്പും അതുപോലെ തന്നെ വെയിങ് ബക്കറ്റിലും നമുക്ക് ഡയറക്റ്റ്ലി ഈ മാസ് കർവ് കിട്ടും. ഓക്കെ, ടിപ്പിംഗ് ബക്കറ്റ് ഒഴിച്ചിട്ടുള്ള എല്ലാ റെക്കോർഡിംഗ് റെയിൻ ഗേജസിലും നമുക്ക്
മാസ് കർവ് ഡയറക്റ്റ്ലി പ്ലോട്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ റെയിൻഫോളിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡ്യൂറേഷൻ്റെയൊക്കെ ഇൻഫോ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു യൂസ്ഫുൾ മെത്തേഡാണ് ഈ മാസ് കർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റോഗ്രാഫ് മെത്തേഡ്. ഹൈറ്റോഗ്രാഫ് ഒരു ബാർ ഗ്രാഫാണ്. ഓക്കെ, റെയിൻഫാൾ ഇൻറ്റൻസിറ്റിയും ടൈം ഇൻ്റർവെല്ലും തമ്മിലുള്ളൊരു പ്ലോട്ടാണത്. നമുക്കൊന്നെങ്കിൽ ഇത് മാസ് കർവിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് റെയിൻ ഗേജസിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇതിൻ്റെ കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ നമുക്ക് തരുന്നത് ടോട്ടൽ റെയിൻഫോൾ ഡെപ്ത് ആയിരിക്കും. ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കുന്നത് ഇൻറ്റൻസിറ്റി ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നമുക്ക് റെയിൻഫോൾ ഡെപ്ത് കിട്ടും. ആ സമയത്തുള്ള ആ പീരീഡിലുള്ള ടോട്ടൽ റെയിൻഫോൾ ഡെപ്ത് ആയിരിക്കും നമുക്ക് ഈ കർവിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഈ ഹൈറ്റോഗ്രാഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോം ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വെരി ഈസി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രീം ഫ്ലഡൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ സ്റ്റോമൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ മെത്തേഡാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റെയിൻഫോൾ മാസ് കർവ് എന്നതിൻ്റെ വേരിയേഷനാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് കർവ് കാണിക്കുന്നത് ക്യുമുലേറ്റീവ് റെയിൻഫോൾ വിത്ത് ടൈം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയമണ്ട് കോൺ ഇൻറ്റൻഡർ ഈസ് യൂസ്ഡ് ഇൻ. ഓക്കെ, അപ്പോൾ ഡയമണ്ട് കോൺ ഇൻറ്റൻഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിനാണ്. ഇത് ഹാർഡ്നെസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് ബേസ് ചെയ്യുന്നത് മെറ്റീരിയലിൻ്റെ ഇൻറ്റൻറ്റേഷൻ ഹാർഡ്നെസ്സിനെയാണ് ബേസ് ചെയ്യുന്നത്. ഇവിടെ ഹാർഡ്നെസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ മെറ്റീരിയലിന് പെർമനൻറ്റ് ഇൻറ്റൻറ്റേഷനുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളപ്പം അവിടെ ടെസ്റ്റ് മെറ്റീരിയലിനെ ഒരു ഡയമണ്ട് കോൺ ഇൻറ്റൻഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പെനിട്രേഷൻ നോക്കുന്നത്. അപ്പം അത് യൂസ് ചെയ്തിട്ട് ഇൻറ്റൻറ്റ് ചെയ്ത ശേഷം ആ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റും അതുപോലെ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റും ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ തന്നെയാണ്. വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ യൂസ് ചെയ്യുന്ന ഇൻറ്റൻഡറിൻ്റെ ഷേപ്പിൽ മാത്രമാണ്. ബ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയമണ്ട് ഇൻറ്റൻഡർ തന്നെയാണ്. പക്ഷെ അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഡയമണ്ട് ഇൻറ്റൻഡറിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് പിരമിഡിൻ്റെയാണ്. നമ്മൾ റോക്ക്വെല്ലിൽ യൂസ് ചെയ്യുന്നത് ഒരു കോൺ ഇൻറ്റൻഡർ ആണെങ്കിൽ വിക്കേഴ്സ് ഹാർഡ്നെസ്സിൽ യൂസ് ചെയ്യുന്നത് ഒരു റൈറ്റ് പിരമിഡിൻ്റെ ഫോമിലുള്ള ഇൻറ്റൻഡറാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് പിരമിഡിൻ്റെ ഷേപ്പിലായിരിക്കും. അതുപോലെ തന്നെ ബ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഇത് നമ്മളൊരു സ്റ്റീൽ ബോൾ ഇൻറ്റൻഡറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സർക്കുലർ ഷേപ്പിലുള്ള പെനിട്രേഷൻ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. പിന്നെ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്നൊരു ടെസ്റ്റാണ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. റെനോൾഡ്സ് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ. അപ്പോൾ റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോയിൽ ക്രിട്ടിക്കൽ വെലോസിറ്റിയെ ഗവേൺ ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രൊഫസർ റെയ്നോൾഡ് ആണത് കണ്ടുപിടിച്ചത്. അത് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇനേർഷ്യ ഫോഴ്സും വിസ്കസ് ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആയിട്ടാണ് റെനോൾഡ്സ് നമ്പർ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ് റെനോൾഡ്സ് നമ്പർ. അത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. നമുക്ക് നമ്മുടെ ഫ്ലോ ടൈപ്പ് ഏതാണെന്ന് ഉള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. അതായത് നമ്മുടെ ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് നമുക്ക് റെനോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ വെച്ച് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബാക്കി കുറച്ച് ടേംസ് കൂടെ ഉണ്ട്. അതായത് ഇനേർഷ്യ ഫോഴ്സും ഗ്രാവിറ്റി ഫോഴ്സും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെ നമ്മൾ പറയുന്നത് ഫ്രോഡ്സ് നമ്പർ എന്നാണ്. ഓക്കെ, അതുപോലെ ഇനേർഷ്യ ഫോഴ്സും പ്രഷർ ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ഇസ് നോൺ ആസ് ഉളേഴ്സ് നമ്പർ. ദെൻ ഇനേർഷ്യ ഫോഴ്സും സർഫസ് ടെൻഷനും തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് വീബർ നമ്പർ. അപ്പോൾ ഈ 3 ടേംസ് കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ കോളം ഈസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് P=ρ(G)H എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ലോയെ ബേസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. P എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജിയാണ്, റോ ഡെൻസിറ്റി,
G acceleration due to gravity, H is pressure head. ഓക്കെ, പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ സർഫസിൽ നിന്ന് ആ പ്രഷർ ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ പ്രഷർ ഹെഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, ദെൻ നോർമലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ അല്ലെങ്കിൽ 1 ബാർ എന്നൊരു വാല്യൂ ആണ്. അതിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 101.325 കിലോ പാസ്കലാണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 kg/m³ എന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 m/s എന്നൊരു വാല്യൂ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ വാല്യൂസ് എല്ലാം ഇക്വേഷനിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പ്രഷർ ഹെഡ് അല്ലെങ്കിൽ എച്ചിൻ്റെ വാല്യൂ 10.32 മീറ്റർ എന്നാണ് കിട്ടുന്നത്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ ടേംസ് ഓഫ് വാട്ടർ കോളം ഇസ് 10.32 മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ കറക്റ്റായിട്ടുള്ള ആൻസർ 10.3 മീറ്റർ. 6th ക്വസ്റ്റ്യൻ നോക്ക്. ഫ്രാൻസിസ് ടർബൈനീസ്. ഇപ്പം നമ്മൾ ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അതാണ് ടർബൈൻസ് എന്ന് പറയുന്നത്. സോ വാട്ടർ ടർബൈൻസ് നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇമ്പൾസ് അല്ലെങ്കിൽ വെലോസിറ്റി ടർബൈനാണ് ആദ്യത്തേത്. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഇമ്പൾസ് കൊണ്ടാണ് ടർബൈൻ റൺ ചെയ്യുന്നത്. അവിടെ എൻ്റയർ എനർജി ആദ്യമേ തന്നെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ വാട്ടറിൻ്റെ പ്രഷർ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല, അതെപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആയിരിക്കും. അതിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇമ്പൾസ് ടർബൈനാണ് പെൽറ്റൺ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിലും ആ വാട്ടർ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഇമ്പൾസ് ഫോഴ്സ് കൊണ്ടാണ് അത് റൺ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ടർബൈൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രഷർ ടർബൈൻ എന്നാണ് പറയുന്നത്. അവിടെ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്? ആ വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എനർജി കൊണ്ടായിരിക്കും അവിടെ ടർബൈൻ റൺ ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എനർജി കൺവേർഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ പ്രഷർ ചേഞ്ച് ആണ് നടക്കുന്നത്. വാട്ടറിൻ്റെ പ്രഷർ ഹെഡ് വെലോസിറ്റി ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് അത് ഫൈനലി റെഡ്യൂസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലും മെയിൻലി ഫ്ലോ നടക്കുന്നത് രണ്ട് രീതിയിലാണ്. റേഡിയൽ ഫ്ലോയും ആക്സിയൽ ഫ്ലോയും വരാറുണ്ട്. റേഡിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ട് ഫ്ലോയും ഉണ്ടാകും. ഇൻവേർട്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ എൻട്രി ചെയ്യുന്നത് ഔട്ടർ പെറിഫറി കൂടെ ആയിരിക്കും, എന്നിട്ട് ഉള്ളിലേക്ക് ഫ്ലോ ചെയ്യും. ഔട്ട്വേർഡ് ഫ്ലോ എന്ന് പറയുമ്പം സെൻറ്ററിൽ നിന്ന് എൻട്രി ചെയ്തിട്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് രണ്ട് രീതിയിൽ റേഡിയൽ ഫ്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇൻവേർഡ് റേഡിയൽ ഫ്ലോയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടർബൈനാണ് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൽ അപ്പം വാട്ടർ എൻട്രി ചെയ്യുന്ന ഔട്ടർ പെറിഫറിയിലായിരിക്കും, എന്നിട്ട് ഉള്ളിലേക്ക് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം ഹെഡുള്ള കേസസിലാണ് നമ്മൾ കോമൺലി ഇത് ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് റേഡിയൽ ഫ്ലോ കഴിഞ്ഞാൽ സെക്കൻഡ് ടൈപ്പ് വരുന്നതാണ് ആക്സിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ. ആക്സിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ബ്ലേഡിൽ ആക്സിയലി ആയിരിക്കും വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈനാണ് കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഷാഫ്റ്റിന് പാരലലായിരിക്കും ഫ്ലോ എന്ന് പറഞ്ഞാൽ. ഇത് യൂസ് ചെയ്യുന്നത് ലോ ഹെഡും ഹൈ ഫ്ലോയും ഉള്ള സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ലോ ഹെഡും ആണ്, അതുപോലെ ഹൈ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്ലാൻ ടർബൈൻ യൂസ് ചെയ്യും. ഇത് ഷിപ്പിൻ്റെ പ്രൊപ്പലറിനോട് സിമിലർ ആയതുകൊണ്ട് ഇതിനെ പ്രൊപ്പലർ ടർബൈൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് ടർബൈനെ പറ്റിയാണ്. അതൊരു റിയാക്ഷൻ ടർബൈൻ ആണ്. അതുപോലെ അതിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ റേഡിയൽ ഫ്ലോ ആണ്. സോ ആൻസർ ഇസ് റിയാക്ഷൻ റേഡിയൽ ഫ്ലോ ടർബൈൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. സൾലേജീസ്. ഇപ്പോൾ സൾലേജ് ഏത് ടൈപ്പിലുള്ള വേസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നമുക്ക് നോക്കാം. റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ സോളിഡ് വേസ്റ്റ്. ഓക്കെ, സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് ഏത് തരത്തിലുള്ള വേസ്റ്റിനെ നമുക്ക് റെഫ്യൂസ് എന്ന് വിളിക്കാം. ഓക്കെ, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനെയാണ് നമ്മൾ റെഫ്യൂസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന നോൺ ഹസാഡസ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റിനെ അതിനെയാണ് റെഫ്യൂസ് എന്ന് പറയുന്നത്. മെയിൻലി അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗാർബേജ് എന്ന് പറയുമ്പോൾ അതിൽ ഓർഗാനിക് വേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ഡീകമ്പോസിബിൾ ആയിട്ടുള്ള ഫുഡ് വേസ്റ്റ് ഒക്കെ ആയിരിക്കും അതിൽ കൂടുതലും കാണുന്നത്. അതായത് നമ്മുടെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ്, അതുപോലെ ഗാർഡൻ ട്രിമ്മിങ്സ് ഒക്കെ ആയിരിക്കും ഗാർബേജിൽ കാണുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ചാൽ റബ്ബിഷാണ്.
അത് മെയിൻലി ഡ്രൈ മെറ്റീരിയൽസ് ആയിരിക്കും. ഇനോർഗാനിക് വേസ്റ്റ് ആയിരിക്കും റബ്ബിഷിലുള്ളത്. അതായത് നമ്മൾ സ്റ്റേഷനറി സ്റ്റോറിൽ നിന്നോ പേപ്പർ സ്റ്റോറിൽ നിന്നോ ഓഫീസുകളിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റുകളൊക്കെ ആയിരിക്കും റബ്ബിഷിൽ വരുന്നത്. ഇപ്പം അതിൻ്റെ അകത്ത് കൂടുതലായിട്ടും കാണുന്ന ഗ്ലാസ്, പേപ്പർ, ക്ലോത്ത്, വുഡ്, അതുപോലെ ഇപ്പം ഡിമോളിഷൻ്റെ വേസ്റ്റൊക്കെ ഇല്ലേ, ബ്രിക്ക്, കോൺക്രീറ്റ്, ബാറുകൾ, ഓക്കെ, അതെല്ലാം റബ്ബിഷിൽ വരും. അതുകൊണ്ട് എന്താണത് നോൺ ഡീകമ്പോസിബിൾ ആയിരിക്കും. പിന്നെ ഇനി വരുന്നതെന്ന് വെച്ചാൽ ലിക്വിഡ് വേസ്റ്റ് ആയിരിക്കും. ലിക്വിഡ് വേസ്റ്റിനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ സള്ളേജ്. സള്ളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ക്രീറ്റ മിക്സ് ആവാത്ത വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ സള്ളേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കിച്ചണിൽ നിന്നും വാഷ് ബേസിനിൽ നിന്നും ബാത്റൂമിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വാട്ടർ, അതിനെയാണ് സള്ളേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതെന്ന് പറഞ്ഞാൽ ലെസ് പൊല്യൂട്ടഡ് ആയിരിക്കും. ബാക്കി വേറെ വേസ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു ലിക്വിഡ് വേസ്റ്റ് ആയിരിക്കും സള്ളേജ് എന്ന് പറഞ്ഞാൽ. അത് ഫ്ലോ ചെയ്യുന്ന പൈപ്പിനെയാണ് നമ്മൾ വേസ്റ്റ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സീവേജ്. സീവേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് എക്സ്ക്രീറ്റ ഉള്ളൊരു വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ സീവേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൗസസിൽ നിന്നോ സ്ട്രീറ്റിൽ നിന്നോ ഫാക്ടറീസിൽ നിന്നോ ഇൻഡസ്ട്രീസിൽ നിന്നോ എവിടെ നിന്ന് വരുന്നതാണേലും എക്സ്ക്രീറ്റ ഉണ്ടെങ്കിൽ സോളിഡ് ആവട്ടെ ലിക്വിഡ് ആവട്ടെ എക്സ്ക്രീറ്റ എന്നതുണ്ടെങ്കിൽ അതിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 99.9% വാട്ടർ തന്നെയായിരിക്കും. അത് ഫ്ലോ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പൈപ്പിനെയാണ് സോയിൽ പൈപ്പ് എന്ന് പറയുന്നത്. സള്ളേജ് ഫ്ലോ ചെയ്യുന്നത് വേസ്റ്റ് പൈപ്പിലൂടെയും സീവേജ് ഫ്ലോ ചെയ്യുന്നത് സോയിൽ പൈപ്പിലൂടെ ആയിരിക്കും. അപ്പോൾ സള്ളേജ് സീവേജിന് വെച്ച് നോക്കുമ്പോൾ ലെസ് പൊല്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, സള്ളേജ് എന്താണെന്നാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ബാത്തിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറാണ്. പിന്നെ ഈ ക്വസ്റ്റിനായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യനാണ് പീസസ് ഓഫ് പേപ്പേഴ്സ്, ക്രോക്കറി, സ്ക്രാപ്പ് മെറ്റൽസ് എക്സെട്ര ആർ ക്ലാസിഫൈഡ് ആസ്. നമ്മളത് പറഞ്ഞു, ഇങ്ങനെയുള്ള ഡ്രൈ മെറ്റീരിയൽസ് എല്ലാം ക്ലാസിഫൈ ചെയ്തേക്കുന്നത് റബ്ബിഷ് ആയിട്ടാണ്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ ടാലസ് ഈസ് ദ സോയിൽ ട്രാൻസ്പോർട്ടഡ് ബൈ. ഇപ്പോൾ സോയിൽ നമ്മൾ മെയിൻലി 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, റെസിഡ്യൂവൽ സോയിലും ട്രാൻസ്പോർട്ട് സോയിലും. ഇപ്പോൾ ബേസിക് ക്ലാസിഫിക്കേഷനാണിത്. അപ്പം അതിൽ ഇപ്പം നമ്മൾ പാരൻറ്റ് റോക്കിൽ നിന്ന് സോയിൽ ഫോം ചെയ്യുമ്പോൾ പാരൻറ്റ് റോക്കിൻ്റെ അടുത്ത് തന്നെയാണ് അത് റിമൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ റെസിഡ്യൂവൽ സോയിൽ എന്നും പറയും. ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ സഹായത്തോടെ അത് എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ടായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയും. അപ്പം മെയിൻലി അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് 4 ഏജൻസിൻ്റെ ഹെൽപ്പോടെയാണ്. വാട്ടർ, വിൻഡ്, ഗ്രാവിറ്റി, അതുപോലെ ഗ്ലേസിയർ. ഇതാണ് 4 നമ്മൾ എക്സ്റ്റേണൽ ഏജൻസീസ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ വാട്ടർ കൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നടന്ന സോയിലിനെ നമ്മൾ അലൂവിയൽ സോയിൽ എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ റിവർ വാട്ടർ കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് അലൂവിയൽ സോയിൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, പിന്നെ ലേക്ക് ആണെങ്കിൽ നമ്മളതിനെ ലാക്കസ്ട്രൻ സോയിൽ എന്നാണ് പറയുന്നത്. ഓഷ്യൻ അല്ലെങ്കിൽ സീ കൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷനാണ് നടന്നതെങ്കിൽ അതിനെ മറൈൻ സോയിൽ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വിൻഡാണ്. വിൻഡ് ട്രാൻസ്പോർട്ട് ചെയ്ത സോയിലിന് എയോലിയൻ ഡെപ്പോസിറ്റ് എന്നാണ് പറയാറ്. അതിൽ സാൻഡാണ് ആ ഡെപ്പോസിറ്റ്സിൽ ഉള്ളതെങ്കിൽ അതിനെ സാൻഡ് ഡ്യൂൺസ് എന്നും, സിൽറ്റാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ ലോയിസ് എന്നുമാണ് പറയാറ്. തേർഡ് വൺ എന്ന് വെച്ചാൽ ഗ്രാവിറ്റി ഡെപ്പോസിറ്റ്. അപ്പോൾ ഈ ഗ്രാവിറ്റി ഡെപ്പോസിറ്റ് കമ്പാരിറ്റീവ്ലി ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. അങ്ങനെ ഗ്രാവിറ്റി ഡെപ്പോസിറ്റ് ചെയ്ത സോയിലിനെയാണ് കൊളൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് കൊളൂവിയൽ സോയിലിനകത്ത് വരുന്ന ടൈപ്പ് ഓഫ് കൊളൂവിയൽ സോയിൽസ് ആണ് ടാലസും സ്ക്രീ എന്നും പറയുന്നത്. ഫോർത്ത് വൺ ഈസ് ഗ്ലേസിയർ. ഗ്ലേസിയർ എന്ന് വെച്ചാൽ ഇത്തിരി ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷനാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അതിൽ ഈ ഗ്ലേസിയർ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ട്രാൻസ്പോർട്ടേഷൻ നടത്താം. അങ്ങനെ ഉള്ളൊരു ഫസ്റ്റ് കാറ്റഗറി എന്ന് വെച്ചാൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലേസിയർ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ട്രാൻസ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ ഗ്ലേസിയർ പോയിട്ട് ഡയറക്റ്റ് മെൽറ്റ് ചെയ്തിട്ട് അവിടെ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് മെൽറ്റ് ചെയ്ത് പോകുന്ന വഴി സോയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പം ഈ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും സംഭവിക്കാം.
നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഔട്ട് വാഷ് ഓർ സാൻഡ്. ഔട്ട് വാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്ലേസിയറിൻ്റെ ഫ്രണ്ടിലുള്ള മെൽറ്റിംഗ് വാട്ടർ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന സോയിലാണെങ്കിൽ അതിനെയാണ് ഔട്ട് വാഷ് അല്ലെങ്കിൽ സാൻഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ ടില്ലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അതിനെയാണ് ടില്ലെന്ന് പറയുന്നത്. സോ ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് ഡോട്ട് എന്നൊരു കോഡ് ഓർത്ത് വയ്ക്കാം. മെയിൻലി അപ്പോൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വാട്ടർ ട്രാൻസ്പോർട്ടഡും ഗ്രാവിറ്റി ട്രാൻസ്പോർട്ടഡും ആയിട്ടുള്ള സോയിൽസാണ് നമ്മൾ യൂസ് ചെയ്യാറ്. നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ടാലസ് എന്ന് പറയുന്നത് ഏത് ഏജൻറ്റ് വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത സോയിൽ എന്നാണ്. ടാലസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻറ്റി സൈഫണേജ് പൈപ്പ് നീഡ് നോട്ട് ബി പ്രൊവൈഡഡ് ഇൻ. ഓക്കെ, ഇപ്പം നമ്മളൊരു പ്ലംബിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഇപ്പം ടോയ്ലറ്റ് പൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ സോയിൽ പൈപ്പ് സീവർ ലൈനിൽ നിന്നൊന്നും റൂമിലേക്ക് ഫൗൾ ഗ്യാസസ് ഒന്നും എൻട്രി ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ട്രാപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ഫിഗർ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് വെൻറ്റ് പൈപ്പും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ കേസിൽ ചില സമയത്ത് ഈ ട്രാപ്പിലുള്ളൊരു വാട്ടർ സീല് സൈഫണേജ് ആക്ഷൻ വഴി ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഈ അപ്പർ ഫ്ലോറിലുള്ള സാനിറ്ററി ഫിക്ചേഴ്സിൽ നിന്ന് ചില സമയത്ത് സഡൻലി നമുക്ക് വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആ വേസ്റ്റ് വാട്ടർ റാപ്പിഡ്ലി ഈ പൈപ്പിൽ കൂടെ ഈ സോയിൽ പൈപ്പിൽ കൂടെ അങ്ങ് ഫ്ലോ ചെയ്ത് പോകുന്ന സമയത്ത് ഈ ലോവർ ഫ്ലോറിലുള്ള ലാറ്ററൽ പൈപ്പിൽ നിന്ന് ചില സമയത്ത് എയർ സക്ക് ചെയ്തെടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ എയർ സക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു സൈഫണേജ് ആക്ഷൻ ഉണ്ടായിട്ട് ആ ട്രാപ്പിൽ നിന്ന് ഒരു ഫ്ലോ ഓഫ് വാട്ടർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫ്ലോ ഓഫ് വാട്ടർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വാട്ടർ സീല് ബ്രേക്ക് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഈ ഡിഫിക്കൽറ്റി ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്മോളർ ഡയമീറ്റർ ഉള്ളൊരു സെപ്പറേറ്റ് പൈപ്പ് കൂടെ ഈ ട്രാപ്പിൻ്റെയും വെൻറ്റ് പൈപ്പിൻ്റെ ഇടയ്ക്കായിട്ട് കൊടുക്കും. ഓക്കെ, ആ പൈപ്പിനെയാണ് ആൻറ്റി സൈഫണേജ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ ഒരു സെക്ഷൻ കേസ് വരുവാണെങ്കിൽ ഈ ആൻറ്റി സൈഫണേജ് പൈപ്പ് ഒരു വെൻറ്റ് പൈപ്പ് പോലെ ആക്ട് ചെയ്തിട്ട് ആ താഴത്തെ ഫ്ലോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രോബ്ലം നമുക്ക് സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൽ വരില്ല. ഓക്കെ, അതുകൊണ്ട് ആൻറ്റി സൈഫണേജ് പൈപ്പ് നമുക്ക് എവിടെ കൊടുക്കണ്ട, സിംഗിൾ സ്റ്റോറേജ് ബിൽഡിങ്ങിൽ കൊടുക്കണ്ട. ഓക്കെ, അപ്പം ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നതും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.